بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ള മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് എല്ലാവിധ പാപങ്ങളും മായ്ക്കപ്പെട്ട് സ്വർഗാവകാശികളായി തീരുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തിലുടനീളം നാം കാത്തു സൂക്ഷിക്കേണ്ട പരമപ്രധാനമായ ഒരു സ്വഭാവമാണ് തഖ്വ എന്നുള്ളത്. എല്ലാ ഖുതുബയുടെ ആരംഭത്തിലൂടെയും ഖതീബ് ഉപദേശിക്കുന്ന ഗൗരവത്തോടുകൂടെയുള്ള ഉപദേശം അത് തഖ്വ കൊണ്ടുള്ളതാണ്. ഖുതുബയുടെ ആരംഭത്തിൽ തന്നെ പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകൾ അതും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന ആയത്തുകളാണ്. പലപ്പോഴും ഈ ഉപദേശമൊക്കെ നമ്മൾ കേട്ട് പരിചിതമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവമോ പ്രാധാന്യമോ എന്നും പലപ്പോഴും നമ്മൾ വേണ്ടത്ര ഗൗനിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. തഖ്വ ഒരു മുഅ്മിനിന് അനിവാര്യമാണ്. സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു പറഞ്ഞത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹുവിൻ്റെ പാപമോചനത്തിലേക്കും വജന്നത്തിൻ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടുക, അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കുക. ആ സ്വർഗം അത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് എല്ലാവർക്കും ഉള്ളതല്ല. അത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് വേണ്ടി മാത്രം അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചതാണ്. ഇങ്ങനെ പലയിടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. തഖ്വയുള്ളവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. തഖ്വയുള്ളവർ, ആരെങ്കിലും അല്ലാഹുവിന് തഖ്വയോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ അവനൊരു തുറസ് അവൻ നൽകും. അവന്റെ പ്രതിസന്ധികളിൽ, അവന്റെ പ്രയാസങ്ങളിൽ, അവൻ കുടുങ്ങി എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അവനൊരു മുത്തഖിയാണെങ്കിൽ അവൻ അറിയാത്ത രൂപത്തിൽ, അടുത്ത വചനത്തിൽ അല്ലാഹു പറയുന്നത് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത, അവൻ ഉദ്ദേശിക്കാത്ത, അവൻ അറിയാത്ത പല മാർഗങ്ങളിലൂടെയും അല്ലാഹു അവനെ സഹായിക്കും എന്നുള്ളതാണ്. അവന് ഉപജീവനം നൽകുമെന്നാണ്. കുടുങ്ങിയെന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ തന്നെ അറിയില്ല നമുക്ക് എങ്ങനെ രക്ഷപ്പെട്ടത്. മുത്തഖിയാണെങ്കിൽ, തഖ്വയുണ്ടെങ്കിൽ, അല്ലാഹുവിലേക്ക് യഥാർത്ഥ ഭരമേൽപ്പന അർപ്പിക്കാൻ അവന് സാധിക്കുന്ന ഈമാനും തഖ്വയും ഒക്കെ അവന്റെ കൈവശമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നാണ്. അതുപോലെ തന്നെ അല്ലാഹു മറ്റൊരായത്തിൽ പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. അല്ലാഹുവിനെ തഖ്വയോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ അവന്റെ കാര്യങ്ങളൊക്കെ യുസ്റ, അല്ലാഹു ഈസിയാക്കി കൊടുക്കും, എളുപ്പമാക്കി കൊടുക്കും. അല്പം പ്രയാസകരമാണ്, ഇതിപ്പോ എന്നെ കൊണ്ട് പറ്റുമോ, ഇതൊക്കെ എങ്ങനെയായിരിക്കും, ഇതിന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന
വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രവർത്തനത്തിൽ അത് എനിക്ക് തന്നെ അറിയില്ല എങ്ങനെ അത്ര എളുപ്പത്തിൽ നടന്നതെന്ന്, അതൊക്കെ അള്ളാന്റെ സഹായം കൊണ്ടാന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത് മുത്തഖികളാണെങ്കിൽ അള്ളാഹുവിന്റെ അത്തരം എളുപ്പമാർഗങ്ങൾ അവർക്ക് നൽകുമെന്നാണ്. ഈ രൂപത്തിൽ ഒരുപാട് വിശേഷണങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ, നന്മകൾ, ഖൈറുകൾ മുത്തഖികൾക്കുണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിശ്വാസിക്ക് അവന് ഇബാദത്തുകൾ നിർവഹിക്കുക എന്നതല്ല, ആ ഇബാദത്തുകളിലും തഖ്വയുണ്ടാവുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കുക എന്നതല്ല, ആ ജീവിതം അള്ളാഹു നിശ്ചയിച്ച സമയത്ത് അവസാനിക്കുന്നതിന് മുമ്പ് അവൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലാഹു പറഞ്ഞത് നിങ്ങൾ കൊണ്ടുപോകേണ്ട പാഥേയം, ഒരുപാട് സാമഗ്രികൾ ഹജ്ജിന് പോകുന്നവർ കൊണ്ടുപോകും. പക്ഷേ അവരുടെ കൈവശമുണ്ടാകേണ്ട ഏറ്റവും ഖൈറായ സാദ്, അവർ കൊണ്ടുപോകേണ്ട സാധനം അത് തഖ്വയാണ് എന്നുള്ളതാണ്. തഖ്വയാണ് എന്നുള്ളതാണ്. ബലിയറക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, ആ രൂപത്തിൽ നിങ്ങൾ ബലിയറക്കുന്നുണ്ടെങ്കിൽ ലയനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു അത്തഖ്വാ മിൻകും. നിങ്ങളിൽ അതിന്റെ മാംസം അല്ലാഹുവിന് ലഭിക്കുന്നില്ല, വലിയ മൃഗത്തിന്റെ രക്തം അല്ലാഹുവിന് ലഭിക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി, നിങ്ങളുടെ തഖ്വ, അതാണ് അല്ലാഹുവിലേക്ക് എത്തുന്നത് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തഖ്വ നമ്മുടെ കൈവശമുണ്ടോ എന്നുള്ളതാണ്. തഖ്വ സ്വർഗത്തിൽ പോകാൻ ഏറ്റവും പരമപ്രധാനമായ വിഷയമാണ്. അതേ രൂപത്തിൽ ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ട ഏറ്റവും മഹത്തായ ഗുണമാണ്, സ്വഭാവമാണ് തഖ്വ. ഈ തഖ്വ ഉണ്ടാക്കുക, അതിനുള്ള സാഹചര്യമാണ് സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട മാസം വിശുദ്ധ റമദാൻ. അത് തഖ്വയുടെ മാസമാണ്, തഖ്വയുടെ ഒരു പരിശീലനത്തിന്റെ മാസമാണ്. ജീവിതത്തിലുടനീളം എങ്ങനെ മുത്തഖിയായിക്കൊണ്ട് ജീവിക്കാം എന്നുള്ളത് അതിന് പഠിക്കുന്ന, അതിന്റെ ഒരു ട്രെയിനിങ് പീരീഡ് കൂടെയാണ് വിശുദ്ധ റമദാൻ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ആമുഖമായി ഓതിവെച്ച വചനത്തിൽ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ പൂർവീകർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാണത്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, തഖ്വയുണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ ഒരു റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മളൊരു മുത്തഖികളായിട്ട് മാറണം. എത്രയെത്ര നോമ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് നാം, എത്രയെത്ര റമദാനുകളിൽ ജീവിച്ചവരാണ് നാം. റമദാനിന്റെ പ്രത്യേകത ചില്ലറയല്ല. പക്ഷേ അതിന്റെ പ്രാധാന്യവും പ്രത്യേകതയും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടും ഒരു യഥാർത്ഥ മുത്തഖിയായി ജീവിതത്തിൽ മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? അതല്ല കേവലം ഒരു ആമാശയത്തിനുള്ള ഒരു നോമ്പ്. ആമാശയം പട്ടിണി കിടക്കുന്നു, പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പാണ്. പക്ഷെ അയാളുടെ നാവിന് നോമ്പില്ല, അയാളുടെ കാതിന് നോമ്പില്ല, അയാളുടെ കണ്ണിന് നോമ്പില്ല, അയാളുടെ ചിന്തകൾക്ക് നോമ്പില്ല, അയാളുടെ സംസാരങ്ങൾക്ക് നോമ്പില്ല എങ്കിൽ ആ നോമ്പല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ ഒന്ന് ഉടച്ചു വാർക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊരു പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾ കേവലം അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, പട്ടിണി കിടക്കുക, ഒരു നിരാഹാരം കിടക്കുക, ഇതിനല്ല നോമ്പ്. നോമ്പ് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന നോമ്പാണോ നമ്മൾ ഇത്രയും കാലം എടുത്തിട്ടുള്ളത്, അനുഷ്ഠിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കണം നമ്മൾ. അല്ല, നോമ്പിന്റെ സമയത്ത് കുറച്ചൊക്കെ നോമ്പിന് നമ്മൾ നാവിലേക്ക് ഒന്ന് കടിഞ്ഞാണിട്ടു, നോമ്പ് കഴിയുന്നതോടുകൂടെ പഴയ വഴി തന്നെ ആവുകയാണെങ്കിൽ അതും ശരിയായൊരു നോമ്പിന്റെ അടയാളമല്ല എന്നുള്ളതാണ്. ആ നോമ്പിലൂടെ നാം സ്വീകരിക്കുന്ന, നാം സ്വാംശീകരിക്കുന്ന, നാം നേടിയെടുക്കുന്ന ആ ചൈതന്യം നോമ്പിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ അത്തരം റമദാനുകൾ അല്ലാഹു ഉദ്ദേശിച്ച ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോ റമദാൻ നമ്മുടെ പടിവാതിൽക്കലാണുള്ളത്.
വിശുദ്ധ റമദാനിനെ മുത്തഖികളും വിശ്വാസികളും ഒക്കെ ആവേശത്തോടുകൂടെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. നമ്മുടെ പള്ളികളിലൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ടാവും, നമ്മുടെ വീടുകളിലൊക്കെ അതിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടാകും പല രൂപത്തിൽ. പക്ഷേ അതിലൊക്കെ അപ്പുറത്ത് തഖ്വയുള്ള ഒരു ഹൃദയം നേടിയെടുക്കുക, തഖ്വയോടുകൂടെ റമദാനിനെ വരവേൽക്കുക, ഇതാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ. അതിനപ്പുറത്ത് ഏതൊക്കെ രൂപത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ നമ്മൾ നടത്തിയിട്ടും കാര്യമില്ല എന്നർത്ഥം. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ, നമ്മുടെ കാതിനെ നിയന്ത്രിക്കാൻ, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് നോമ്പെടുക്കേണ്ടത്, അവർക്കാണ് നോമ്പുള്ളത്. അത്തരം നോമ്പുകാർക്ക് ഒരുപാട് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ദഖല റമദാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബു ജഹന്നം. നമ്മൾ പലപ്പോഴും കേട്ട് പഠിച്ച ഹദീസാണ്. സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളൊക്കെ റമദാനായി കഴിഞ്ഞാൽ തുറക്കപ്പെടുകയാണ്. വഗുല്ലിഖത് അബ്വാബു ജഹന്നം, നരകത്തിന്റെ കവാടങ്ങളൊക്കെ തന്നെ കൊട്ടിയടക്കുകയാണ്. വസുൽസിലത്തി ശയാത്തീൻ, അതേ രൂപത്തിൽ തന്നെ പിശാചുക്കളെയൊക്കെ ബന്ധനസ്ഥരാക്കുകയാണ് എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മകൾ പ്രവർത്തിക്കാൻ ആകാശലോകങ്ങളിൽ നിന്ന് വിശുദ്ധ റമദാനാകുമ്പോൾ വിളിച്ചു പറയപ്പെടുന്നുണ്ട് എന്നാണ്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ. നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ, തിന്മ ആഗ്രഹിക്കുന്നവരെ അദ്ബിർ, നിങ്ങളൊന്ന് പിന്നോട്ട് മാറി നിൽക്കൂ. നിങ്ങളുടെ മാസമല്ല ഇത് നന്മ ചെയ്യുന്നവരുടെ, തഖ്വയുള്ളവരുടെ, അള്ളാഹുവിന്റെ സ്വർഗം പ്രതീക്ഷിക്കുന്നവരുടെ, അള്ളാഹുവിന്റെ റിളയും മഗ്ഫിറത്തും ഒക്കെ പ്രതീക്ഷിക്കുന്നവരുടെ മാസമാണ്, അവർക്കുള്ള മാസമാണ്. അവർ തഖ്വയോടെ, ഈമാനോടെ, സബറോടുകൂടെ ഈ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അവർക്ക് ഒരുപാട് നന്മകൾ കരസ്ഥമാക്കാനുള്ള പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുന്നതല്ല. അക്ഷരാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിക്ക് അത് പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ഒരുപാട് നന്മകൾ കരസ്ഥമാക്കാനുള്ള, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒത്തിളങ്ങുന്ന വിശുദ്ധ റമദാൻ നമ്മൾ മാനസികമായി തയ്യാറായിട്ടുണ്ടോ? പരിശോധിക്കണം. വിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്കലാണ്. നമ്മൾ എത്ര പേർ വിശുദ്ധ റമദാനെ ആവേശത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടുകൂടെ അതൊന്ന് വന്നു കിട്ടിയെങ്കിൽ എന്ന് നമുക്ക് എത്ര പേർക്ക് അത്തരം ഒരു പ്രതീക്ഷാ മനോഭാവമുണ്ട്? എത്ര പേർക്ക് അതിനെ ആവേശത്തോടുകൂടെ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്? സഹോദരങ്ങൾ, ഇതൊരു ചെറിയ വിഷയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് രണ്ട് ജൂതന്മാരായ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. രണ്ടാളും ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ചതാണ്. ആ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അവർ മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നു രണ്ടാളും ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് വകാന അഹദുഹുമാ അശദ്ദു ജിത്തിഹാദൻ, അതിൽ ഒരാൾ വല്ലാതെ ഒരുപാട് നന്മകൾ പ്രവർത്തിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് ത്യാഗം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. മിൻ സാഹിബിഹി, തന്നോടൊപ്പം ഇസ്ലാം സ്വീകരിച്ച മറ്റേ ആളെക്കാൾ കുറച്ചുകൂടെ നന്മകളിലൊക്കെ താല്പര്യം കാണിക്കുന്ന വ്യക്തിയായിരുന്നു രണ്ടാമത്തെ ആൾ. അങ്ങനെ ഫഹസൽ മുജ്തഹിദു മിൻഹുമാ ഫസ്തുശിദ, ആ വല്ലാതെ ത്യാഗം ചെയ്യുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന, നന്മകൾക്കൊക്കെ താല്പര്യം കാണിക്കുന്ന മനുഷ്യന് ഒരിക്കലൊരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ ഫസ്തുശിദ, അയാൾ ഷഹീദാവുകയും ചെയ്തു. സുമ്മ മക്കസൽ ആഖിറു ബഅദഹു സന, രണ്ടാളും ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചതാണ്, ഒരാൾ ഷഹീദായി. അതിനുശേഷം അടുത്ത വർഷമാണ് മറ്റേ ആൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്, മരണപ്പെട്ടു പോയത്. സുമ്മ തൗഫിയ. ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫറഅയ്തു ഫീമാ യറ നായിമു കഅന്നി ഇൻദ ബാബിൽ ജന്ന, ഞാനൊരു സ്വപ്നം കണ്ടു. അവർ രണ്ടുപേരും മരണപ്പെട്ടതിന് ശേഷം ഞാനിങ്ങനെ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാനിങ്ങനെ നിൽപ്പുണ്ട്. ആ സമയത്ത് ഇദാ അനബിഹിമാ വഖദ് ഖറജ ഖാരിജുൻ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു. എന്നിട്ട് അതിൽ അവസാനം മരണപ്പെട്ട ആളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞു. ആദ്യം മരണപ്പെട്ടത് ഒരുപാട് നന്മകളും കഠിനാധ്വാനം ചെയ്യുകയും യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഷഹീദാവുകയും ചെയ്ത ആളാണ്.
പക്ഷേ രണ്ടാമത് മരണപ്പെട്ട വ്യക്തിയോട് സ്വർഗത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ അവിടെ സാക്ഷിയായിട്ടുണ്ട്, സ്വപ്നമാണ്, ഞാനവിടെ സാക്ഷിയായിട്ടുണ്ട്. രണ്ടാമത് മരണപ്പെട്ട ആളോട് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. അങ്ങനെ അയാൾ ഉള്ളോട്ടൊക്കെ പോയതിനു ശേഷം രണ്ടാമത് അയാൾ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാളെയും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ഷഹീദായ മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. എന്നോട് എന്റെ അടുത്തേക്ക് വീണ്ടും വന്നിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് സമയമായിട്ടില്ല ഇങ്ങോട്ട് വരാൻ, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. ഇതൊക്കെ ഒരു സ്വപ്നമാണ്. പക്ഷെ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഈ സ്വപ്നം വല്ലാത്ത ഒരു അത്ഭുതമുണ്ടാക്കി. ഇത് സ്വപ്നമാണെങ്കിലും എന്താണ് ഇങ്ങനെ? പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, നബിയുടെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അതുപോലെ തന്നെ കൂടെയുള്ള ആളുകളോടും ഒക്കെ ഈ വിവരം പറഞ്ഞു. ആളുകൾക്കൊക്കെ അത്ഭുതം ഉണ്ടായി. അവരോടൊപ്പമാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് എത്തി വിവരം പറയുന്നത്. ഫബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് ഈ വിവരം പറഞ്ഞ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മിൻ അയ്യി ദാലിക തഅജബുൻ. റസൂലുള്ളാഹിന്റെ ചോദ്യം അങ്ങനെയാണ്, മിൻ അയ്യി ദാലിക തഅജബുൻ, ഇതിലെന്താണ് നിങ്ങൾക്ക് ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? ഇത് കേട്ടപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദാ കാന അശദ്ദ ഇജ്തിഹാദൻ. നബിയെ, നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞത് മനസ്സിലായില്ലേ? ആദ്യത്തെ ആള് വല്ലാതെ ത്യാഗം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് അദ്ദേഹം ഷഹീദാവ്. നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്നിട്ടില്ലേ ഷഹീദിന്റെ പ്രതിഫലമൊക്കെ? അങ്ങനെ ഷഹീദായ വ്യക്തിയാണ് ഒന്നാമത്തത്. പക്ഷേ രണ്ടാമത്തെ ആളാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത്. അതാണ് ഞങ്ങളുടെ അത്ഭുതം. ഞങ്ങൾക്ക് മനസ്സിനൊരു ഒരു പ്രശ്നമുള്ളത് അതാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ അവർ വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് മറുപടി പറയുകയല്ല, വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. അലൈസ ഖദ് മക്കത ഹാദാ ബഅദഹു സന. അല്ല, നിങ്ങൾ ഈ പറയുന്ന ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ച വ്യക്തി മറ്റേ ആളേക്കാൾ ഒരു വർഷം അധികം ജീവിച്ചിട്ടില്ലേ? ഖാലു ബലാ യാ റസൂലല്ലാഹ്. അവര് പറഞ്ഞു, ഉണ്ട് നബിയെ, ഒരു വർഷം അധികം ജീവിച്ചിട്ടുണ്ട്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ചോദ്യം വീണ്ടും, വഅദ്റക റമദാന ഫസാമ. അയാൾക്ക് ഒരു റമദാൻ അധികം ലഭിച്ചിട്ടില്ലേ? വസാമ, നോമ്പെടുക്കാൻ. മറ്റേ ആള് ഷഹീദായി, അയാൾക്ക് ലഭിച്ചതിനേക്കാൾ ഒരു വർഷം അധികം ലഭിച്ചിട്ടില്ലേ? അതിൽ ഒരു റമദാൻ അധികം ലഭിച്ചിട്ടില്ലേ? അയാൾക്ക് നോമ്പെടുക്കാൻ സാധിച്ചിട്ടില്ലേ? ഖാലു ബലാ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അവരോട് ചോദിച്ചു, വസല്ല കദാ വകദാ സജദതൻ ഫിസ്സന. ഒരുപാട് നമസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് അദ്ദേഹത്തിന് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ലേ? അതൊക്കെ അവർ പറഞ്ഞു, ഉണ്ട് നബി, റമദാൻ അധികം കിട്ടിയിട്ടുണ്ട്, നോമ്പെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫലമാ ബൈന അബ്അദു മാ ബൈന സമാഇ വൽ അർദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് അവസാനം പറഞ്ഞു, എന്നാൽ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരവ്യത്യാസമാണ് ആ രണ്ടാളുകളും തമ്മിലുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശോധിക്കണം, എന്താ നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഒരു റമദാൻ അധികം നമുക്ക് ലഭിച്ചാൽ അതെത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന്. ഇത് കേവലം ഒരു സ്വപ്നമല്ല, ആ സ്വപ്നത്തിനെ സാക്ഷാത്കരിക്കുന്നതും അതിന്റെ യാഥാർത്ഥ്യത്തെയും വസ്തുതയെയും വിശദീകരിച്ചു തരുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടെയാണ് നമ്മൾ അത്തരത്തിലുള്ള എത്ര നോമ്പുകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത്തരം ഒരു മഹിതമായ പദവിയിലേക്ക് പാരത്രിക ലോകത്ത് ഞാനും നിങ്ങളും ഉയർത്തപ്പെടുമോ? അതാ പരിശോധിക്കേണ്ടത്. അതിനുള്ള പാകതയും തഖ്വയും ഈമാനും ഒക്കെ റമദാനിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതിനുള്ള പാകത്തിൽ നമ്മുടെ നാവിനെയും കണ്ണിനെയും കാതിനെയും നമ്മുടെ അവയവങ്ങളെയും ഒക്കെ അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയെടുക്കാൻ, നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? പരിശോധിക്കേണ്ടതാണ്. ഇത്രയും ഗൗരവമുള്ള, ഒരു വർഷം മുമ്പേ മരണപ്പെട്ട, ഒരുപാട് കഠിനാധ്വാനിയായ, ഷഹീദായി മരണപ്പെട്ട, രക്തസാക്ഷിയായി മരണപ്പെട്ട ഒരു വ്യക്തിയേക്കാൾ ഒരു റമദാൻ മതി നമുക്ക് മുന്നോട്ടെത്താൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടവരാണ് നാം, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടവരാണ് നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ നോമ്പിന്റെ പ്രതിഫലം പറഞ്ഞത് എന്താണെന്നറിയോ? മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്. ഒരൊറ്റ നോമ്പ് ആരെങ്കിലും എടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖലീഫ.
70 വർഷങ്ങൾ നരകത്തിൽ നിന്ന് അയാളെ വിദൂരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പരിശോധിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റമദാനിന് വേണ്ട സ്ഥാനങ്ങളും പരിഗണനകളും നൽകിയിട്ടുണ്ടോ? നമ്മൾ റമദാനിനെ വേണ്ട രൂപത്തിൽ പരിഗണിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അതിന് മാറ്റം വന്നിട്ടുണ്ടോ? സഹോദരങ്ങളെ, റമദാൻ വന്നിട്ടും അതിനു മുമ്പ് അതിന് ആവേശം കാണിക്കുന്നില്ല, റമദാൻ വന്നിട്ടും അതിനെ വേണ്ട രൂപത്തിൽ പരിഗണിക്കുന്നില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും കേട്ട ഹദീസാണല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറിയ സമയത്ത് 3 തവണ ആമീൻ പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, പ്രാർത്ഥനയൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല, എന്തായിരുന്നു ആമീൻ എന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ, എന്ത് പ്രാർത്ഥനക്കാണ്, ആരുടെ പ്രാർത്ഥനക്കാണ് അങ്ങ് ആമീൻ പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, അതാനി ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ സമീപത്ത് വന്നു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ഒരു മനുഷ്യൻ അയാൾ നശിച്ചു പോകട്ടെ നബിയെ, അയാൾ നശിച്ചു പോകട്ടെ നബിയെ, അയാൾ നരകത്തിൽ പ്രവേശിക്കട്ടെ നബിയെ. ആരാണ് അയാൾ? അദ്റക റമദാൻ, ഒരാൾക്ക് റമദാനിൽ ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി, എന്നിട്ട് ഫലം യുഗ്ഫറ ലഹു, അയാളുടെ ഇന്നലകളിലെ പാപങ്ങൾ മായ്ച്ചു കളയാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല, തൗബ ചെയ്യാൻ സാധിച്ചിട്ടില്ല, അതിനെ വേണ്ട രൂപത്തിൽ വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല, അയാൾ നശിച്ചു പോകട്ടെ നബിയെ. ഖുൽ ആമീൻ, നിങ്ങൾ ആമീൻ പറയുക. ഫഖുൽതു ആമീൻ, അപ്പോഴാണ് ഞാൻ ഒരു ആമീൻ പറഞ്ഞതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കൂ, ഈ റമദാൻ കടന്നു വന്നിട്ടും നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, അത് ഏറ്റു പറഞ്ഞ് ആത്മാർത്ഥമായ ഒരു തൗബ ചെയ്യാൻ, തൗബത്തുൻ നസൂഹ, അത് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ എത്ര ദൗർഭാഗ്യവാന്മാരാണ്. മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റഹിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമദാൻ, ഒരു മനുഷ്യൻ അയാൾ നശിച്ചു പോകട്ടെ, അയാളിലേക്ക് റമദാൻ ദഖല അലൈഹി റമദാൻ, റമദാൻ അയാളിലേക്ക് പ്രവേശിച്ചു, എന്നിട്ട് സുമ്മൻ സലഹ, എന്നിട്ട് അയാളിൽ നിന്ന് ഊരിയെടുത്തു. റസൂലുള്ള പ്രയോഗിച്ച പ്രയോഗം അങ്ങനെയാണ്, സുമ്മൻ സലഹ ഖബ്ല അൻ യുഗ്ഫറ ലഹു, അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് മുമ്പ് ആ റമദാൻ അല്ലാഹു അദ്ദേഹത്തിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട് എങ്കിൽ അയാൾ നശിച്ചു പോകട്ടെ. എന്തേ കാരണം? അയാൾ ഉപയോഗിച്ചിട്ടില്ല, അയാൾ വിനിയോഗിച്ചിട്ടില്ല, അയാൾ വേണ്ട രൂപത്തിൽ റമദാനിനെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പരിശോധിക്കണം നാം, എങ്ങനെയാണ് റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആ ഒരു നനച്ചോടിയും, അതുപോലെ തന്നെ വീടിന്റെ പരിസരവും, നമസ്കാര കുപ്പായവും, മുസല്ലയും, പള്ളിയിലെ കാർപ്പറ്റും ചുമരുകളൊക്കെ പെയിന്റ് അടിച്ചും ഇങ്ങനെയൊക്കെയാണോ? അതിനപ്പുറത്ത് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള വശങ്ങളെ പെയിന്റ് അടിക്കാൻ, അത് ശുദ്ധീകരിക്കാൻ, ഈമാനോട് തഖ്വയോടുകൂടെ റമദാനിനെ ആവേശത്തോടുകൂടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? പരിശോധിക്കേണ്ടത്. ഇത്തരം തഖ്വയുള്ള മുത്തഖീങ്ങൾക്കാണ് സ്വർഗമുള്ളത്, അവർക്കാണ് റമദാൻ ഉള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് റമദാനിലെ ഒരുപാട് നന്മകളും പ്രതിഫലങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തഖ്വയോടുകൂടെ റമദാനിനെ സ്വീകരിക്കുകയും തഖ്വയോടുകൂടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അങ്ങനെ പാരത്രിക ലോകത്ത് നോമ്പുകാർക്ക് വേണ്ടി മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്തു വെച്ച റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ, മുത്തഖികളിൽ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ കടന്നു വരുന്നു. നമ്മളൊക്കെ മുഅ്മിനുകളാണ്, സത്യവിശ്വാസികളാണ്. ആ റമദാൻ ഒരു അസുലഭ മുഹൂർത്തമായി, അനുഗ്രഹീത ദിനരാത്രങ്ങളായി കാണുകയും പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നാം. പക്ഷേ പലരുടെയും റമദാനുകൾ അല്ലാഹു സ്വീകരിക്കാറില്ല. പലരുടെ ഖിയാമുൽ ലൈലുകളും അല്ലാഹുവിന്റെ സമീപത്തേക്ക് ഉയർത്തപ്പെടാറില്ല.
പലരുടെ സകാത്തുകളും സദഖകളും ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും ഉറക്കമൊഴിക്കലൊന്നും അള്ളാഹുവിലേക്ക് എത്തപ്പെടാറില്ല. അത് വല്ലാത്തൊരു ദൗർഭാഗ്യമല്ലേ? ആ ഒരു ദൗർഭാഗ്യം നമ്മളിൽ ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ട് ഒരു കാര്യം കൂടെ ഈ ഖുത്ബയോട് ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന, തഖ്വയുള്ളവരെന്ന് പറയുന്ന ആളുകളിൽ പലപ്പോഴും നമ്മുടെ ചെറിയ ഒരു വിട്ടുവീഴ്ച മനോഭാവമില്ലാത്തതിന്റെ പേരിൽ പലരുടെ ഇബാദത്തുകളും നഷ്ടപ്പെടുത്തപ്പെടുന്ന വല്ലാത്ത ഒരു ദുരന്തം നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ പിടികൂടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ, കേവലം ഒരു ഖുത്ബ കേൾക്കുന്നതിനപ്പുറത്ത് ഈ വിഷയം റമദാനിനോട് ചേർത്ത് ഞാൻ സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഗൗരവത്തോടുകൂടി ഇത് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ്, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല. എന്തിനാണ് നമ്മൾക്ക് റമദാൻ? എന്തിനാണ് നമുക്ക് തറാവീഹ്? എന്തിനാണ് നമുക്ക് ഖുർആൻ? എന്തിനാണ് നമുക്ക് തഖ്വ? എന്തിനാണ് നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ സകാത്തുകളും നമ്മുടെ നന്മകളും നമ്മുടെ സോഷ്യൽ വർക്കുകൾ, ജീവകാരുണ്യം? എന്തിനാണ്? സ്വർഗമാണ്. അള്ളാഹുവിന്റെ റിളയാണ്, അള്ളാഹുവിനെ കാണാനാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന, ഇല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ആര് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല? ഖാത്തിഉ റഹിമി, ബന്ധങ്ങൾ വിച്ഛേദിച്ചവർ, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചവർ. നമ്മുടെ കൂട്ടത്തിൽ മനുഷ്യരാണ് നമ്മൾ. പറ്റിപ്പോയിട്ടുണ്ടാവാം ചില സംസാരങ്ങൾ, ചില പെരുമാറ്റങ്ങൾ, ചില ഇടപെടലുകൾ. നമ്മളൊക്കെ മനുഷ്യരാണ്. പക്ഷേ അത് മരിക്കുന്നതുവരെ ഇനി ഞാനും അവനും ഒരു ബന്ധവുമില്ല, എന്റെ മയ്യത്ത് പോലും അവനെ കാണിക്കരുത് എന്നുള്ള രൂപത്തിലൊക്കെ വസിയ്യത്ത് ചെയ്യുന്ന വിദ്വേഷത്തിന്റെ പകയുടെ കൊടുമുടിയിലെത്തിയ മുഅ്മിനീങ്ങളോ? ഒരു മുഅ്മിനീന് എങ്ങനെ അതിന് സാധിക്കും? ഒരു തഖ്വയുള്ളവൻ എങ്ങനെ അതിന് സാധിക്കും? പക്ഷേ പലപ്പോഴും മുഅ്മിനുകളാണെങ്കിലും അബദ്ധം സംഭവിക്കുമല്ലോ, തെറ്റുകൾ വന്നു പോവല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈനി വൽ ഖമീസ്. എല്ലാ വെള്ളി വ്യാഴാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. എന്നിട്ട് ഫയഗ്ഫിറുല്ലാഹു അസ്സ വജല്ല ലികുല്ലി അബ്ദിൻ, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. എങ്ങനെ? എല്ലാ അള്ളാഹുവിന്റെ അടിമകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കും. ലാ യുശ്രികു ബില്ലാഹി ശൈഅ, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അയാൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്നോ. എന്നിട്ടോ ഇനി ശിർക്ക് ചെയ്യാത്ത ഒരാളെ, ശിർക്ക് ചെയ്യാത്ത തൗഹീദുള്ള നമ്മളെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് തൗഹീദ് ഉണ്ട്, ശിർക്കൊന്നുമില്ല. പക്ഷേ ഇല്ലാ റജുലൻ, ഒരാളതും അല്ല പുറത്തു കൊടുക്കൂല. ഒരാളെ അല്ല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. കാന ബൈനഹു വ ബൈന അഖീഹി ശഹ്ന, അവനും അവന്റെ സഹോദരനും തമ്മിൽ പിണക്കത്തിലാണ്, അവനും അവന്റെ സഹോദരിയും തമ്മിൽ തെറ്റിലാണ്. കണ്ടാ സലാം പറയാറില്ല, ക്ഷണിക്കാറില്ല, സലാം പറഞ്ഞാൽ മടക്കാറില്ല, തിരിച്ചു ക്ഷണിക്കാറില്ല, ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കാറില്ല, കണ്ടാ തിരിഞ്ഞു നടക്കലാണ്. അഭിമാനത്തോടുകൂടെ ഞാൻ അങ്ങോട്ട് പോകലില്ല, ഞങ്ങളിൽ 1-2 വർഷമായി പിണങ്ങി നടക്കുക, അഭിമാനത്തോടുകൂടെ പറയുന്ന മുഅ്മിനുകളുണ്ടെങ്കിൽ ഇബാദത്തുകൾക്ക് താല്പര്യം കാണിക്കേണ്ടതില്ല, പട്ടിണി കിടക്കേണ്ടതില്ല, നോമ്പെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ആ വിഷയവുമായി പറയാനുള്ളത്. നോക്കൂ, അള്ളാഹുവിന്റെ ഭാഗത്തെന്ന് പറയും, അവരൊന്ന് സലാം പറയുന്നത് വരെ, അവരൊന്ന് പിണക്കം മാറ്റുന്നത് വരെ അവരുടെ നന്മകൾ എനിക്ക് ആവശ്യമില്ല. ആരെ കാണിക്കാനാണ് സഹോദരങ്ങളെ പിന്നെ നമ്മൾ തലകുത്തി മറയുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ പട്ടിണി കിടക്കാൻ തയ്യാറാവുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് നാം അധ്വാനിച്ച പണം പാവപ്പെട്ടവർക്ക് നൽകുന്നത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ സമീപത്തിലെ ലേശം നന്മയില്ല, പ്രതിഫലമില്ല, അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല എന്ന് ഞാൻ പറയുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വയുള്ളവർ, മുഅ്മിനുകൾ, തഖ്വയോടുകൂടെ നോമ്പിനെ പ്രതീക്ഷിക്കുന്നവർ, ആ നോമ്പ് പാരത്രിക ലോകത്ത് ഉപകാരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആ നോമ്പിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് മനസ്സിന്റെ ഏതെങ്കിലും കോണിൽ ആഗ്രഹമുണ്ടെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ ഖുത്ബ കേൾക്കുന്ന ആരെങ്കിലും ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഖുത്ബക്ക് ശേഷം, ജുമുഅക്ക് ശേഷം നമ്മൾ പ്രതിജ്ഞ എടുക്കണം, ഞാൻ പോകും, ഞാൻ സലാം പറയും, അവൻ ഇങ്ങോട്ട് തെറ്റിക്കോട്ടെ, അവൻ എന്നെ ക്ഷണിക്കാതിരുന്നോട്ടെ, ഏത് വിഷയമായാലും ഞാൻ തയ്യാറാണ്. ഇത് മുത്തഖീങ്ങൾക്കുള്ള നസീഹത്താണ്.
മുത്തഖീങ്ങളോടുള്ള ഉപദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ തഖ്വയോടുകൂടെ സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.